നമ്മൾ നേരത്തെ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു രണ്ടാം ഭാഗമാണ് ഇത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാനനായ സമസ്തയുടെ അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അടുത്തറിയുന്ന ബാപ്പുക്ക എന്ന ഞങ്ങളുടെ സ്വന്തം ബാപ്പുക്കയുമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ആ കാര്യം ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറയണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ സമയമായിട്ടില്ല, അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പറയേണ്ടി വന്നാൽ പറയാം എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയായിരുന്നു. ഏതായിരുന്നാലും ആ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾക്ക് അതിയായ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ന് വീണ്ടും സുപ്രഭാതം ഓൺലൈൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ബാപ്പുക്ക, സ്വാഗതം. അപ്പോൾ നമ്മൾ അന്ന് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം ഒന്ന് കൂടിയിട്ട് ഏകദേശം 6 മാസം 1 വർഷമോ, ഒരു വർഷത്തിൻ്റെ അടുത്ത് 1 വർഷമായി എന്നോട് ഒരു കുട്ടി പറഞ്ഞു 4 ദിവസം മുമ്പ്. 1 വർഷമായി എന്നല്ലേ? ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരാളുണ്ട്, ഓനെ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ ഇത് 1 വർഷമായിട്ടോ അഭിമുഖം. ഞാനതിൻ്റെ ഡേറ്റിംഗ് ഓർമ്മയില്ല, ഇത്ര പെട്ടെന്ന് സമയം പോകുന്നതെന്ന് അറിഞ്ഞില്ല. ഏതായിരുന്നാലും 1 വർഷം ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 1 വർഷം കൊണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ കേൾക്കേണ്ടതുണ്ട്. ഈ രണ്ടാം ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പം പ്രധാനമായിട്ടും ഷംസുൽ ഉലമയുമായുള്ള ജിഫ്രി തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചായിരുന്നു നമ്മളന്ന് പറഞ്ഞ ആ ശിഷ്യത്വവും. അതോടൊപ്പം തന്നെ സമസ്തയുടെ ഈ ഒരു വർത്തമാന കാലത്തേക്ക് ജിഫ്രി തങ്ങളെ ഷംസുൽ ഉലമ കണ്ടുവച്ചതുപോലെ അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതലും സ്നേഹവും ചേർത്ത് പിടിക്കലും ഒരു വാഗ്ദാനം നടത്തലുമൊക്കെയാണ് അന്ന് കഴിഞ്ഞ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഷംസുൽ ഉലമയുടെ ലോകം എന്ന 100ാം സംസ്ഥയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച ഒരു സെമിനാറൊക്കെ നടന്നൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ബാപ്പുക്ക അതിൻ്റെ സംഘാടക സമിതിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ ഒരു സെമിനാർ കഴിഞ്ഞപ്പോൾ ബാപ്പുക്കയ്ക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഷെയ്ഖുന ഷംസുൽ ഉലമ പ്രതീക്ഷിച്ചതുപോലെ ഉദ്ദേശിച്ചതുപോലെ ഉയർന്ന് പ്രവർത്തിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുന ഷംസുൽ ഉലമൻ്റെ ആ രീതി തന്നെയാണ്. പിന്തുണ എത്രയുണ്ട്, സപ്പോർട്ട് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയാണ് പിന്തുണക്കുക എന്നുള്ളതല്ല നോട്ടം. ശരീഅത്തിൻ്റെ പാതയും സുന്നത്ത് ജമാഅത്തിൻ്റെ അടിയുറച്ച ആദർശം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ജൈത്രയാത്ര തന്നെയാണ് തുടങ്ങുന്നത്. വിശ്രമം തീരെയില്ലല്ലോ, വിശ്രമം തീരെയില്ല. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മലേഷ്യയിൽ പോയി തിരിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ് ഒരു ട്രെയിനിൽ കാഞ്ഞങ്ങാട് ജിഫ്രി തങ്ങൾ ഇറങ്ങുകയാണ്. കയ്യിലൊരു സഞ്ചിയുണ്ട്. അപ്പോൾ ഒരാളതിന് കമൻറ്റ് എഴുതിയത്, കഴിഞ്ഞ ദിവസം മലേഷ്യയിലെ സർക്കാർ ഗസ്റ്റായിട്ട് പോയൊരു മനുഷ്യനാണ്, ഒരു PA പോലും ഇല്ലാതെ യാത്ര ചെയ്യാണ് എന്ന്. ആ ഒരു തരത്തിലേക്ക് സിംപ്ലിസിറ്റിയൊക്കെ ആയി മാറുന്നതിന് പിറകിൽ ശരിക്ക് ജിഫ്രി തങ്ങൾക്കൊരു സെക്രട്ടറി ഒക്കെ ആവാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിരുന്നോ? ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ്, സെക്രട്ടറി വേണം. സെക്രട്ടറി എന്നല്ല, കൂടെ ഒരാളില്ലാതെ പോകരുത്. പിന്നെ വേറൊരു കാര്യം കൂടി, കാരണം ഇപ്പം മംഗലാപുരം കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ആയിരിക്കും പോവുക. അത് കഴിഞ്ഞ് വന്നാലും രാത്രി നേരം വൈകി എത്തിയാലും രാവിലെ പിന്നെ കൊല്ലത്തേക്കും ആലപ്പുഴയിലേക്കും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തേക്കും രാവിലെ ഉണർന്ന് വരുമ്പോഴേക്ക് തന്നെ അവിടെ ആളുകളെത്തും വീട്ടിൽ, വിവിധ മഹല്ലുകളിൽ നിന്നും, അത് അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സംഘടനകളുടെ എന്തെങ്കിലും നിക്കാഹിൻ്റെ തർക്കം അല്ലെങ്കിൽ വഖഫിൻ്റെ വിഷയം, ഇങ്ങനെയുള്ള ഫത്വയ്ക്ക് വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കും. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഷംസുൽ ഉലമ കോംപ്ലക്സിലേക്ക്, ജാമിയ ജലാലി ഉണ്ടല്ലോ, അവിടേക്ക് വരാൻ വേണ്ടി പറയും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം തന്നെ ഞാൻ കുടുംബങ്ങളൊക്കെ ആവശ്യപ്രകാരം ഞാൻ പറഞ്ഞത്, ഒരു വിശ്രമം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ ബൈപ്പാസ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ കറക്റ്റിന് മരുന്ന് കുടിക്കാതെ അങ്ങനെയുള്ളൊരു യാത്ര വല്ലാതെ തീരെ വിശ്രമമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വിശ്രമം ആവശ്യമാണ്, ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാവും. ഒരു ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഒന്ന് വിശ്രമം ഒന്ന് മാറ്റി വെക്കണം എന്നൊക്കെ ഞാനങ്ങനെ തങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ വിശ്രമിക്കാൻ സമയമില്ല. ഇങ്ങനെ നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ദർസ്, അതായത് ഒരു ദിവസം 2-3 മണിക്കൂറെങ്കിലും ദർസ് ഉണ്ടാവും കോളേജിലും.
അവിടെ ജാമ്യ ജലാലിയിലൊക്കെ പിന്നെ സീനിയർ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും അവിടെ പോയിട്ട് ആ ദർസ് പിന്നെ പങ്കെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ യാത്ര തന്നെയാണ്. അവർ വിശ്രമം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, അവസാനം ഞാൻ വല്ലാതെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് മരിച്ചു പോകാനായില്ലേ, ഇനിയിപ്പം മരിച്ചു എന്നിട്ട് മതി വിശ്രമം, അങ്ങനെ പറഞ്ഞത്. മരിച്ചു എന്നിട്ട് വിശ്രമിക്കുക എന്നുള്ള രൂപത്തിലാവും ഇപ്പോൾ യാത്ര. പിന്നെ തടുത്ത് നിർത്താനൊന്നും ആരോടും കഴിയൂല. അങ്ങനെ ഈ ടൈം ഷെഡ്യൂളുകളും അതുപോലെ ഈ മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പല പ്രോഗ്രാമുകൾ ഡയറിയിലെഴുത്ത് അത് നോക്കുക, അവർ പല ആളുകൾക്കും കോൾ ചെയ്യുമ്പോൾ മറുപടി കൊടുക്കുക, VIP-കൾക്ക് സമയം കൊടുക്കുക, ഇന്ന മീറ്റിങ്ങുകൾ കൂടിയെത്തുക, അങ്ങനെ ഇതൊക്കെ ഒരു പ്രായമായ ഒരു മനുഷ്യൻ അതൊക്കെ തങ്ങൾ നേരിട്ട് ചെയ്യണം. എന്നെ വിളിക്കുകയാണെങ്കിലും ഡയറി നോക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിൽ അതൊക്കെ തങ്ങൾ നേരിട്ട് ചെയ്യുക. അതിലൊന്നും ആരും ഇടപെടുത്താറുമില്ല. ഞാനിപ്പോൾ കൂടെ നടക്കുന്ന ആൾ, എനിക്കതൊക്കെ അറിയാം. ഒന്നും ചെയ്യുക. പിന്നെ ആരെങ്കിലും പിന്നെ ഈ റെക്കമെൻഡുകൾ സ്വീകരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആർക്കെന്ത് വേണമെങ്കിൽ തങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അങ്ങനെ തങ്ങൾ പറഞ്ഞ സമയത്ത് ചെല്ലുക. അതിന് അങ്ങനത്തെ ഒന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. തിരക്ക് മുമ്പേ തിരക്ക് തന്നെയാണ്, തങ്ങൾക്ക് തിരക്കില്ലാത്ത സമയം ഉണ്ടായിട്ടില്ല. ഈ പല ആളുകളും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് എനിക്കൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ബാപ്പുവാജി എങ്ങനെയാണ് ജിഫ്രി തങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ, ഇവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ആത്മബന്ധം? അല്ല, ഞാനും തങ്ങളുടെ വാപ്പയുള്ള കാലത്ത് പിന്നെ തങ്ങളായിട്ട് ബന്ധമാണ്. തങ്ങളുടെ വാപ്പ പിന്നെ ചെറുമുക്കിലായിരുന്നു താമസിക്കുന്നത്. ആദ്യം താമസം ചെറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരുങ്ങാടി അടുത്തുള്ള ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. വാപ്പ അവിടുത്തെ പിന്നെ മഹലിൻ്റെ പ്രസിഡൻ്റായിരുന്നു. നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഭാരവാഹി ആയിരുന്നു. പിന്നെ നേതാക്കളൊക്കെ അവിടെ വരും. പല കേസുകളും ആ കാലഘട്ടത്തിൽ തങ്ങളുടെ വീട്ടിൽ, തങ്ങളുടെ വാപ്പയുടെ കാലത്ത് അതൊക്കെ പരിഹരിക്കാൻ തങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്താണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു പരിപാടി വെച്ചിട്ട് KK അബ്ദുറഹ്മാൻ, മറ്റേ EK അസമുദ്ദീൻ മരുമകണ്ടല്ലോ, മുപ്പര് ഞാൻ മുമ്പാട് മുദരിസായിരിക്കുന്ന കാലത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ തങ്ങളോട് പറയും. അപ്പോൾ എനിക്കൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പം മുദരിസായി ഞാൻ പോന്നിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും അതിന് ശേഷവും ഞാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തങ്ങളടുത്ത് പോയി കണ്ട് പറഞ്ഞാൽ എനിക്കതിന് പരിഹാരം ഉണ്ടാകും. എല്ലാ നിലക്കുള്ള പരിഹാരവും പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾ വരുന്ന ഒരാളായിരുന്നു തങ്ങളുടെ വാപ്പ. അക്കാലത്ത് ഞാനും തങ്ങളൊരു ബന്ധമുണ്ട്. പിന്നെ സൗദി അറേബ്യയിൽ ബിസിനസ്സായിരുന്നു തങ്ങൾക്ക്. അത് പിന്നെ നല്ല ബിസിനസ്സായിരുന്നു. അക്കാലഘട്ടത്തിൽ ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ വീട്ടിൽ അവിടെ റിയാദിൽ ചെന്നാൽ റൂമിൽ വന്നിരുന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. ലീവ് 1-2 ദിവസമൊക്കെ ഞാനവിടെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ 100ാം വാർഷിക സമ്മേളനത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ സമസ്തയുടെ ഒരു അധ്യക്ഷൻ വേട്ടയാടപ്പെടുക എന്ന വാക്ക് സുപ്രഭാതത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമ്മളൊരു സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളും പൊതുവെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ആളുകൾ എന്നുള്ള നിലക്ക് വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കൂരമ്പുകൾ ജിഫ്രി തങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ ഒരു മനുഷ്യനെക്കുറിച്ചാണല്ലോ ഇത് പറയുന്നത് എന്നൊക്കെ തോന്നിപ്പോകാറും സങ്കടപ്പെടാറുണ്ട്. ഇതൊക്കെ നിങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ടോ? അതുണ്ട്. തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന അവർക്കൊരു രസമാണത്. ഇല്ലാതെ കള്ളം പറയണം. ആ പറയുന്നതൊക്കെ കള്ളം പറയാം. തങ്ങളെപ്പറ്റി ഇല്ലാത്ത കഥകളാണ് ഈ പറഞ്ഞു വരുന്നതൊക്കെ. തങ്ങൾ പിന്നെ ആരെന്ത് പറഞ്ഞാലും അതത്ര ഗവനിക്കാറില്ല. ആരെങ്കിലും ഇങ്ങനെ അത് പറഞ്ഞോട്ടെ എന്നുള്ള രൂപത്തിൽ അത് അവഗണിക്കല. അത് സീരിയസ് ആയിട്ട് എടുക്കലില്ല. നമ്മൾ ഒക്കെ ചെന്ന് പറയുമ്പം ഞാനൊക്കെ ചിലപ്പോൾ സൂചിപ്പിക്കലുണ്ട് ചില കാര്യങ്ങളൊക്കെ. അതൊന്നും സാരല്ല വാപ്പു, സാരല്ല എന്നുള്ളത് ആ രൂപത്തിൽ അവഗണിക്കല. ഇപ്പം തന്നെ തങ്ങളെക്കുറിച്ച് പല ആരോപണങ്ങളും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ പിന്നെ സജീവ പ്രവർത്തകനാണ്. ഇപ്പം വയസ്സൊക്കെ ആയപ്പം പിന്നെ അത്ര നിയോജക മണ്ഡലം എന്നെ കമ്മിറ്റി ഭാരവാഹിയായിരുന്നു. ചന്ദ്രികൻ്റെ നിയോജക മണ്ഡലം നിയോജനത്തിന് കോർഡിനേറ്ററായിരുന്നു. സംസ്ഥാന കൗൺസിലറായിരുന്നു. അങ്ങനെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ അതിനൊക്കെ അന്നൊക്കെ എനിക്ക് തങ്ങൾ വലിയ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ചെന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉപദേശങ്ങളൊക്കെ ഷെയ്ഖുന ഷംസുലുമ്മൻ്റെ കാലത്ത് ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. ഷെയ്ഖുനാൻ്റെ വഫാത്തിന് ശേഷം ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ തങ്ങളോട് ചർച്ച ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നല്ല പ്രോത്സാഹനം പിന്നെ നല്ല ഉപദേശമൊക്കെ തരും. തങ്ങളും ആ കാലഘട്ടത്തിലൊക്കെ സജീവ ലീഗിൻ്റെ പ്രവർത്തനം, തങ്ങളുടെ വാപ്പ അവിടുത്തെ ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു. ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് തടയിടേണ്ട ആളുകളോ വ്യക്തികളോ അല്ലെങ്കിൽ ഇടപെടേണ്ട ആളുകളോ
ഇടപെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, പിന്നെ ഇടപെടാൻ ശ്രമിക്കുന്നവരുണ്ട് ചിലരൊക്കെ. പക്ഷേ ഇത് ഒരു കാരണവശാലും യോജിച്ച് വരരുത് എന്ന് കരുതി കൂട്ടി പ്രവർത്തിക്കുന്നൊരു വിഭാഗം ഉണ്ട്. അവർ സംഘടിതമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴികാട്ടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ചേറ്റിയൊരു സംഘടനയാണ്. രാഷ്ട്രീയമായിട്ട് നമുക്ക് ഏറ്റവും അനിവാര്യപ്പെട്ട ഒരു സംഘടനയാണ്. പാണക്കാട് കുടുംബം നമ്മളെ ഇജ്ജത്താണ്. ഞാനങ്ങനെ കണക്കാക്കുന്നു. അതെ. ഇതിനെ മൂന്നിനും സമ്മർദ്ദത്തിലാക്കുന്നൊരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മൂന്നിനും ഇപ്പം ഞാൻ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. സമസ്ത ലീഗ് പാണക്കാട് അതാരാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുണ്ട്. പക്ഷെ അവരെ പിടിച്ചു കിട്ടാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം തന്നെ തങ്ങളെ സംബന്ധിച്ച് ഒരു ആരോപണമുണ്ട്, പിന്നെ പാണക്കാട് കുടുംബത്തിന് എതിരാണ് തങ്ങളെന്ന്. ആ ആരോപണത്തിൽ അത് അങ്ങനെ പരസ്യപ്പെടുത്തുന്നതിൽ, അങ്ങനെ ജനങ്ങളെ ഹൃദയത്തിൽ അങ്ങനെ എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തിന് എതിരാണ് ജിഫിരി തങ്ങൾ എന്ന് അങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ പാണക്കാട് കുടുംബത്തിന് ജിഫിരി തങ്ങൾ എതിരല്ല. അന്നും എതിരല്ല, ഇന്നും എതിരല്ല. പക്ഷെ ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു സൊസൈറ്റിയിൽ നിന്നൊക്കെ കുറേ മാറിപ്പോയി. അത് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത് കള്ളം പറയാണ്. ഞാനിപ്പം പിന്നെ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ തങ്ങളുടെ ഒരു മോളുള്ളത് തങ്ങൾക്ക്. ആ ഒരു മോളെ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഏത് തങ്ങളുടെ ഈ ജിഫിരി മുത്തക്കോയ തങ്ങളുടെ സയ്യിദുൽ ഉലമക്ക് ഒരു മോളുള്ളത്. അപ്പം ആ മോളെ നിക്കാഹിൻ്റെ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബാപ്പു നമുക്ക് പാണക്കാട്ടിൽ നിന്ന് ഉമറിൽ തങ്ങളോട് നിക്കാഹ് കഴിപ്പിക്കണം എന്നോട്. കുറേ വർഷമായിട്ടുണ്ടാവും. അതെ, വർഷങ്ങളായി. ആ കുട്ടി പിന്നെ മോളെ കുട്ടിക്ക് ഇപ്പം പിന്നെ 18 വയസ്സൊക്കെ ആയി. അതിന് മുമ്പുള്ള. അപ്പം ഞാനന്ന് പറഞ്ഞ് നമ്മൾ ജിഫിരി കുടുംബത്തിൽ കുറേ തങ്ങന്മാരൊക്കെ ഇല്ലേ. അത് ശരിയാണല്ലോ. പാണക്കാട് പിന്നെ അങ്ങനെ ഓരോടൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പം എന്നോട് പറഞ്ഞ് പിന്നെ ജിഫിരി കുടുംബത്തിൽ തങ്ങന്മാർ ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ പാണക്കാട് കുടുംബം സമുദായത്തിന് നേതൃസ്ഥാനത്തുള്ളവരാണ്. അതുപോലെ നമ്മളും പരിഗണിക്കണം, തങ്ങന്മാർ പോലെ പരിഗണിക്കണം. അപ്പം അന്നേരക്ക് തന്നെ നമുക്ക് ഉമറിൽ തങ്ങളോട് നിക്കാഹ് കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് അതങ്ങനെ ഞാനും കൂടി ഇരിക്കുമ്പോൾ തന്നെ ഉമറിൽ തങ്ങൾക്ക് വിളിച്ചത്, ഞാനവിടെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ തങ്ങൾ ആയിക്കോട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാൻ. പിറ്റേന്ന് രാവിലെ ഞാനും തങ്ങളോടെയാണ് ഈ ഉമറിൽ തങ്ങൾ വീട്ടിൽ പോയത്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ചെന്നത് വലിയ സ്വീകരണമായിരുന്നു. നാസ്ത അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. ഞങ്ങൾ രാവിലെ ചെന്നത് അങ്ങനെ നല്ല വിഭവങ്ങളൊക്കെ ഉള്ള നല്ല നാസ്തയെന്നൊക്കെ കഴിച്ച് ഒരുപാട് നേരം അവർ കാര്യങ്ങൾ സംസാരിച്ചു. അവർ അന്ന് സാദാത്യങ്ങളെ പറ്റിയും സമസ്തനെ പറ്റിയും ഉലമാക്കളെ പറ്റിയും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അങ്ങനെ നിക്കാഹിന് ടൈമൊക്കെ കൊടുത്ത് പിന്നെ തങ്ങൾ പറഞ്ഞ സമയത്തിന് നിക്കാഹിന് എന്നെ ഉമറിൽ തങ്ങൾ തയ്യാറായി. പിന്നെ അങ്ങനെയാണ് അത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം തുടർന്ന് ആ കുടുംബമായിട്ട് എല്ലാ നിലക്കും ഹൈദരലി ശിഹാബുമായിട്ടുള്ള ബന്ധം അത് കുറച്ചൊന്നുമില്ല, തമ്മിൽ വല്ലാത്ത ബന്ധമായിരുന്നു. അതെ, ഒരുപാട് ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പല കാര്യങ്ങൾക്കും അവരുടെ ഇടയിൽ പാലമായി. കാരണം വലിയ വലിയ ചില കേസുകളൊക്കെ ഹൈദരലി തങ്ങൾ എന്നെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കേസുകൾ ജിഫിരി തങ്ങളെടുത്തും ഹൈദരലി തങ്ങളെടുത്തും കൂടി വരുന്ന കാര്യങ്ങളൊക്കെ ഒരു 2 ആളും കൂടി അത് ബാപ്പുവിനെ ഏൽപ്പിക്കുക എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഞാൻ ഈ അശ്രാന്ത പരിശ്രമം നടത്തി ഇവിടെ എത്തിക്കും. ഇനി പോരായ തീരണില്ല എന്നുണ്ടെങ്കിൽ 2 ആളോട് ചെന്നിട്ട് പറയും തീരുന്നില്ല, അങ്ങനെ തീർത്താൾ എന്ന് അവർ 2 ആളും ഉറപ്പിച്ച് പറയണേ പിറ്റേന്ന് തീരും ചെയ്യും. അതിനുള്ള കഴിവ് 2 പേർക്കും ഉണ്ടല്ലോ. അതെ, അങ്ങനെ പറയാനുള്ള ഒരു പിന്നെ അതായത് തീർത്താൾ എന്ന് ഹൈദരലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ നമ്മൾ തങ്ങളും പറഞ്ഞാൽ തീരാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. ഇപ്പം ജിഫിരി മുത്തക്കോയ തങ്ങൾക്ക് ഹാർട്ടിൻ്റെ വേദന പിന്നെ നെഞ്ചുവേദന വന്ന് എന്നെ കോഴിക്കോട് മിംസിൽ പിന്നെ ഞാനാണ് കൊണ്ടുപോയത്. ഞങ്ങളും കൊണ്ടുപോയി അവിടെ ചെന്നപ്പം ഡോക്ടർമാർ പരിശോധിച്ചിട്ട് മാരകമായ ബ്ലോക്ക് ഉണ്ടെന്ന ഒരു കണ്ടെത്തൽ. അപ്പോൾ ഇനി ചില ടെസ്റ്റുകളൊക്കെ നടത്തണം, 2 ദിവസം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ നിൽക്കാൻ ഉദ്ദേശിച്ചല്ല പോയത്. നിൽക്കാനൊന്നും പറ്റൂല, നിങ്ങളിപ്പോൾ നോക്കി കൂടെ ഇന്ന് ആ രൂപത്തിൽ തങ്ങൾ എല്ലാവരോടും പറഞ്ഞവർ ഡോക്ടർമാരോടും പറയും നിൽക്കാനൊന്നും പറ്റൂല. അപ്പോൾ എനിക്ക് തോന്നി അവിടെ നിൽക്കൂലാന്ന്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നതാണ്. ഇവിടെ 2 ദിവസം നിന്ന് ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. മാരകമായ ബ്ലോക്ക് ഉണ്ടെന്നാ ഡോക്ടർമാർ പറഞ്ഞ് ഞാനും കേട്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങളൊന്ന് പറയണം അവിടെ നിൽക്കും ചിലപ്പം
അപ്പോൾ ചിരിച്ച് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അകത്തു നിന്നിട്ട് ഹൈദരലി ഷിഹാബ് തങ്ങൾ വിളിക്കുന്നുണ്ട് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആറ്റപ്പൂ പിന്നെ തങ്ങളോട് പറഞ്ഞ് നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിയാൽ പിന്നെ ഡോക്ടർമാർ പറഞ്ഞതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് 2 ദിവസം അവിടെ നിന്നിട്ട് പിന്നെ അവിടെ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് പോന്നാൽ മതി നമ്മൾക്ക്, പിന്നെ അതാ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടോടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം എടുത്ത് അവിടെ നിൽക്കുക. 2 ദിവസം നിന്നു. പിന്നെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ബൈപ്പാസ് നിർബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടി പിന്നെ മെട്രോ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. മെട്രോ ഹോസ്പിറ്റലിൽ പോയി അവിടെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ വലിയ ബൈപ്പാസ് വിദഗ്ധനാണ്. അങ്ങനെ അയാൾ നിർദ്ദേശിച്ച് അങ്ങനെ അവിടെ കിടന്ന് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് അവിടെ കെട്ടേണ്ട ഒരു സംഖ്യയുണ്ട്, 2,00,000 സംതിങ് ഒരു പാക്കേജാണത്. അപ്പോൾ ആ പൈസ ഒരു കെട്ടാക്കി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പിന്നെ ഇത് ഇത്തരത്തിൽ അവിടെ കൊടുക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് അത് കൊടുക്കുക. ഇനി ഞങ്ങളുടെ ഓപ്പറേഷന് കിടന്നാലും തങ്ങളുടെ ഓപ്പറേഷൻ എന്ന് വേണ്ടി സഹായമൊക്കെ ആയിട്ട് പലരും വന്നോട്ട് കൊടുക്കും, ആരോടും 10 പൈസ വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ ഓപ്പറേഷൻ ഡേറ്റൊക്കെ ഞാൻ അപ്പോൾ തന്നെ തങ്ങൾക്ക് വിവരം കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാരിങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഓപ്പറേഷൻ പിന്നെ ചെയ്ത് പിറ്റേന്ന് രാവിലെ ആറ്റപ്പോൾ എനിക്ക് വിളിച്ചു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ വിളിച്ച് വിജയകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. രാവിലെ എന്ന് വിളിച്ചാൽ ബോധം തെളിഞ്ഞിട്ടില്ല. അപ്പം എന്നോട് തങ്ങൾ ചോദിച്ച് ഞാനവിടെ വരുന്നുണ്ട് അറിഞ്ഞിനോട്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ വന്നാൽ കാണാൻ പറ്റൂല, അങ്ങോട്ട് ആർക്കും പ്രവേശിക്കാൻ പറ്റൂല, അതുകൊണ്ട് പിന്നെ ഞാൻ ഏതായാലും വരാമെന്ന്. അപ്പം ഞാൻ അവിടുത്തെ MD മുസ്തഫ ഡോക്ടറോട് എന്നിട്ട് പറഞ്ഞ് ഹൈദരലി തങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞപ്പം അയാൾ ചോദിച്ചപ്പോഴാണ് വരിക എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ തങ്ങളുടെ വണ്ടി വന്നിട്ട് കാറ് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന്. അപ്പം മുസ്തഫ ഡോക്ടർ ഞാൻ പറഞ്ഞത് ആ കാറ് വന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എഴുന്നേറ്റ് ഹൈദരലി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടിക്കാം. അപ്പോൾ അവിടുത്തെ മറ്റ് നഴ്സുമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ആരാണ് ഈ വന്നത്, കാരണം ഇയാൾ മുസ്തഫ ഡോക്ടർ അങ്ങനെ ഓടി ചെല്ലുമ്പം അത്ര അവരുടെ സ്റ്റാഫ് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് വന്നു. ഏത് VIP ആണെന്നുള്ളത്. അപ്പോൾ ഹൈദരലി ഷിഹാബ് തങ്ങളാകുമ്പോൾ വന്ന് ഒരാണ്ടും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പിന്നെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ്. അപ്പം ഡോക്ടർ ചോദിച്ച് കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞ് കാണാൻ പറ്റുമെങ്കിൽ കാണണം എന്ന് പറഞ്ഞു. ആറ്റപ്പൂ ഞാനുണ്ട് കൂടെ. അപ്പോൾ കാണാൻ അപ്പം പിന്നെ അവിടെ അന്ന് ഈ കൊറോണ സമയത്തൊക്കെ ഉണ്ടായ ഡ്രസ്സ് ഉണ്ടല്ലോ ഡോക്ടർമാർ മൂടിയിട്ടില്ല, ആ ഡ്രസ്സ് 2 എണ്ണം കൊടുന്നു, ഒന്ന് ഡോക്ടർക്കും ഒന്ന് തങ്ങൾക്കും. അങ്ങനെ തങ്ങളെ ഈ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് മുസ്തഫ ഡോക്ടറിനെ ഇട്ട് കൊടുക്കുന്നു. നോക്കെ ചൈനൊക്കെ വലിച്ചിരുന്നതൊക്കെ മൂപ്പൻ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ 2 ആളും ചെല്ലുമ്പോൾ അഥവാ ബോധം തെളിയുകയാണെങ്കിൽ തങ്ങളെ മനസ്സിലാവില്ല, ആറ്റപ്പൂവിനെ ഹൈദരലി തങ്ങൾ മനസ്സിലാവില്ല, വേഷം മാറുകയാണല്ലോ. അതെ, തല ഒഴിവാക്കിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒഴിവാക്കിയിട്ട് ചെയ്തുകൂടാൻ ചോദിച്ചു. അപ്പം മുസ്തഫ ഡോക്ടർ മുഖം ഒഴിവാക്കിയിട്ട് കഴുത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് ഒക്കെ റെഡിയാക്കി. അങ്ങനെ 2 ആളും അകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ വാതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. നന്ദകുമാർ ഡോക്ടർ ഇതൊക്കെ വീക്ഷിക്കും, ആരൊക്കെയാണ് കിടക്കുന്നതെന്നൊക്കെ വലിയ കർശനമാണ്. അങ്ങനെ ഇവർ 2 ആൾ അകത്ത് ചെന്നപ്പം ആദ്യമായിട്ട് തങ്ങൾ കണ്ണ് തുറക്കണം. ഇവിടെ ചെല്ലുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്, ബോധം തെളിയണം. അപ്പോൾ അതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയത് ആറ്റപ്പൂവിൻ്റെ മുഖത്തേക്കാണ്. ആറ്റപ്പൂ ഇങ്ങനെ താളം കാട്ടി അവിടെ അന്ന്. എന്നിട്ട് ഒരു 2 ആളും പുറത്തേക്ക് വന്നു. അപ്പോൾ എന്നോട് വലിയ ഊറ്റത്തോടു കൂടി ആറ്റപ്പൂ പറഞ്ഞു, ബാപ്പു ബോധം തെളിഞ്ഞു കേട്ടോ കണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അവർ തമ്മിലൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. കുറേ ആളുകൾ ഇപ്പോൾ അത് പറയാനായി നടക്കുന്നുണ്ട്, പണക്കാട് കുടുംബത്തിനെതിരാണ്. പിന്നെ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ഹൈദരലി ഷിഹാബ് തങ്ങളും പിന്നെ സയ്യിദുല്ലമ്മയായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധങ്ങൾ എനിക്കറിയാം. ഒരു ദിവസം രാത്രിയിൽ 10 മണിൻ്റെ ശേഷം ആറ്റപ്പ് എനിക്ക് വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ജിഫ്രി തങ്ങളെ വീട്ടിലേക്ക്. ജിഫ്രി തങ്ങളെ വീട്ടിലേക്കാണ് വരുന്നത്. എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഉറങ്ങിയെന്ന് ചോദിച്ചു. ഇല്ല ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പം പിന്നെ അപ്പോൾ എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല ഈ സമയത്ത്. ഇപ്പം എന്തിനാണ് തങ്ങൾ 10 മണി കഴിഞ്ഞപ്പോൾ
അപ്പോൾ പിന്നെ തങ്ങൾ ഫോൺ വെച്ച്, പിന്നെ ഡ്രൈവർ എനിക്ക് വിളിക്കുകയാണ്, നാസർ, ഞങ്ങൾ വരുന്നത് തങ്ങളെ കാണാനായിട്ട് പറഞ്ഞത്. നാസർ അങ്ങനെയാണ്, ഓനങ്ങനെ ശൈലി. അതെ അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ 10 മണി കഴിഞ്ഞല്ലോ നാസറെ. അതെ, അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ വിളിച്ചത്. നാസർ അങ്ങനെ തന്നെ പറഞ്ഞു. തങ്ങളെപ്പുറത്ത് ഇരിക്കുകയാണല്ലോ. അതെ അതെ. ഞാനപ്പോൾ തന്നെ തങ്ങൾക്ക് വിളിച്ചു, ഈ സെയ്തുലുമൊക്കെ ഞാൻ വിളിച്ചു. പിന്നെ വിളിച്ചപ്പോൾ ആ സമയത്ത് തങ്ങൾ കിടക്കും, 10 മണിയാകുമ്പോൾ കിടക്കുന്ന. അതെ, കിടക്കും. പിന്നെ ഫോണൊന്നും എടുക്കില്ല. അപ്പോൾ എൻ്റെ നമ്പർ കണ്ടോന്നുണ്ടായിരിക്കും ആ സമയത്ത് ഫോണെടുത്ത്. പിന്നെ എൻ്റെ പാപ്പു ഈ സമയത്ത് എന്നെ കുറച്ച് ഗൗരവത്തിലാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ആറ്റപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ നിങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പം ആറ്റപ്പൂവിനോട് ഇപ്പം വരണ്ട, നമുക്ക് രാവിലെ അങ്ങോട്ട് പോകാറ്. എന്നോട് നമുക്ക് രാവിലെ അങ്ങോട്ട് അല്ല, ആറ്റപ്പ് പുറപ്പെട്ടാണ്, കുറ്റിക്കാട്ടൂർ ബൈക്കാണ് വരുന്നത്. അപ്പം വിളിച്ച് പോയിട്ട് 5-10 മിനിറ്റ് ആയല്ലോ. അപ്പോൾ താമസിയാതെ ഇവിടെ എത്തും. ആറ്റപ്പ് വന്ന് നമ്മൾ വീട്ടിൽ കയറിക്കോട്ടെ, അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ചായക്ക് നീ കടി കൊടുക്കാണ്ട് ചോദിച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇത്താത്തയും തങ്ങളും തമ്മിൽ ചർച്ച ചെയ്തപ്പം വണ്ടിപ്പരിപ്പും ഇതൊക്കെ അവിടെ ഉണ്ട്, ബദാമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഉറക്കൊക്കെ ഒഴിവാക്കി കാത്തിരിക്കണം. ഒരു അടിച്ച് വിട്ട് ഒരു 10-10 ആവുമ്പോഴത്തിന് എൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് തങ്ങൾ പിന്നെ പോകല്ല, തങ്ങൾ എൻ്റെ വീട്ടിൽ കയറി കുട്ടികളും പിന്നങ്ങളൊക്കെ ആയിട്ട്. അവിടെ തങ്ങൾ ഇടയ്ക്ക് വരുന്നത്, ആറ്റപ്പ് ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വരുന്നത്. അവിടെ കയറി ഇരുന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പോണത്. അപ്പോൾ തങ്ങളും ബീവിയും കാത്തിരിക്കുകയാണ് പിന്നെ ആറ്റപ്പൂൻ്റെ വരവ്. അങ്ങനെ അവിടെ കയറി ഇരുന്ന് പിന്നെ ഞങ്ങൾ 3 ആളും ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ ചായയും ഒക്കെ കുടിച്ച്. അന്ന് ഇതേമാതിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി എന്നെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അതുപോലെ നമ്മൾ ചർച്ച ചെയ്യാനാണ് അവർ വന്നത്. അതോടുകൂടി തീർന്ന്, ആ പ്രശ്നം തീർന്ന്. പിന്നെ രാത്രി പിന്നെ എൻ്റെ വീട്ടിൽ ആറ്റപ്പിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ടാണ് തങ്ങൾ പിന്നെ പാണക്കാട്ടിക്ക് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് അത്ഭുതപ്പെടുമ്പോൾ ഇങ്ങനെ പറയുമ്പം അതേമാതിരി വേറൊരു സംഭവം, ഈ ആറ്റപ്പൂ അമേരിക്കയിലേക്ക് ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നാളെ ഒരു മൗലൂദുണ്ട് വീട്ടിൽ, ഇങ്ങോട്ട് വരേണ്ടി പറഞ്ഞു. എന്നോട് വിളിച്ച് പറഞ്ഞു ആറ്റപ്പൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ മൗലൂദൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ അവിടെ പിന്നെ MT ഉസ്താദുണ്ട്, ആലിക്കുട്ടി നേരുണ്ട്, പിന്നെ നമ്മളെ തങ്ങളുണ്ട്, സയ്യിദുലമ അവിടെ ഉണ്ട്. പിന്നെ അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. പിന്നെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അമേരിക്കക്കാർ അവിടെ ബിസിനസ്സിൻ്റെ ഒരു മകനുണ്ട്, അമീർ എന്നുണ്ട്, റിലീഫ് ഹോസ്പിറ്റലിൻ്റെ മാനേജറാണ്, കൊണ്ടോട്ടി അവരെ വീട് തുറക്കൽ. അമീറുണ്ട്. പിന്നെ മുനവീർ അലി തങ്ങളുണ്ട്. ഞാൻ ആകെ 8 ആളാണ് ആ മൗലൂദിന്. അപ്പം ഞാൻ വിചാരിച്ച മൗലൂദല്ല, ഒരു വലിയൊരു മൗലൂദല്ല അല്ല. അപ്പോൾ ആ മൗലൂദിൻ്റെ സാധാരണ നമ്മുടെ ഷറഫുല്ലനാമും മങ്കൂസ് മൗലൂദും പോലത്തെ മൗലൂദല്ല. പാണക്കാട് ഒരു കിതാബ്, ഒരു ബുക്ക് എഴുതി വെച്ചൊരു മൗലൂദാണ്. അതെടുത്തിട്ട് അതിൻ്റെ ഹദീസൊക്കെ വായിച്ചത് ആറ്റപ്പ് തന്നെയാണ്. ഇത് വായിക്കുന്നതൊക്കെ ആറ്റപ്പ് തന്നെയാണ്. പിന്നെ മൗലൂദ് പിന്നെ ബെയ്ത്തൊക്കെ ചെല്ലിയത് MT ഉസ്താദും ആലിക്കുട്ടിലാരോട് കൂടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ സയ്യിദുലമ ദുആയിരുന്നു. അപ്പോൾ ആ ദുആയിൽ കുറച്ച് ദീർഘിച്ച ദുആയിരുന്നു. പിറ്റേന്ന് അമേരിക്കയിൽ ഓപ്പറേഷൻ പോവാണല്ലോ. അപ്പോൾ ആലിക്കുട്ടി ഉസ്താദും MT ഉസ്താദും ഒക്കെ വളരെ സീരിയസ് ആയിട്ട്, വളരെ പിന്നെ വികാരഭരിതരായിട്ടാണ് ആമീൻ ചെല്ലുന്നത്. കണ്ണൊക്കെ നിറയുന്നുണ്ട് അവർക്ക്. എനിക്കും ബാക്കിയുള്ളവർക്കൊന്നും തിരിയില്ലല്ലോ. ഞങ്ങൾ ബാക്കിയുള്ളവർ എന്തായി പറയുന്നത് തിരിയില്ല. ആറ്റപ്പൂവിനും അത് രൂപത്തിൽ തന്നെയാണ്, ആറ്റപ്പും ആ രൂപത്തിൽ തന്നെയാണ്. അത് ഒരു 4 ആളും ഒരു വല്ലാത്ത, അത് ഈ അമേരിക്കയിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ്, തലേന്നും അതിൻ്റെ തലേന്ന് പറ്റിയാണ്. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പം അബ്ബാസ് അലി തങ്ങൾ, മുണ്ടക്കുളം ജലാലിയ കോളേജിൻ്റെ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങളാണ്. ഷംസുൽമ കോൺഗ്രസിൻ്റെ അബ്ബാസ് അലി തങ്ങളാണ് പ്രസിഡന്റ്. പിന്നെ ജിഫ്രി തങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ജിഫ്രി തങ്ങളാണ്. ഗഫൂർ ദാരിമിയാണ് സെക്രട്ടറി. ഞാൻ അതിൻ്റെ ട്രഷററാണ്. ഇപ്പം 400 പരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ. അവിടെ എന്ത് കാര്യങ്ങൾ ഞങ്ങൾ നടത്തുകയാണെങ്കിലും തുടങ്ങുകയാണെങ്കിലും പുതിയ കോഴ്സ് എന്താണെങ്കിലും പിന്നെ ജിഫ്രി തങ്ങളോട് വന്ന് പറയുമ്പം അബ്ബാസ് മോനോട് പറയും എന്ന് പറയും. അബ്ബാസ് അലി തങ്ങളടുത്ത് പോയി വരുമ്പോൾ ജിഫ്രി തങ്ങളടുത്ത് പോയോ
എന്ന് മൂപ്പരും കിട്ടും ചോദിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്, ആ ഒരു പരസ്പര ബഹുമാനം ബന്ധും. ഇപ്പം അവർ രണ്ടാളും കൂടെയാണെങ്കിൽ പിന്നെ ദുആക്ക് പിന്നെ നേതൃത്വം നൽകാൻ വേണ്ടി പിന്നെ അബ്ബാസിൽ തങ്ങളെ ഏൽപ്പിക്കും. തങ്ങൾ നിർബന്ധിച്ച് തങ്ങളോട് അബ്ബാസ് മോനോട് ദ്വാരിപ്പിക്കും. പക്ഷെ ഷംസുലുലമ കോംപ്ലക്സിൽ നമ്മൾ പിന്നെ ഒരു ഖുർആൻ തഫ്സീറുൽ ഖുർആൻ റിസർച്ച് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഷെയ്ഖുന ഷംസുലുലമ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു കുത്തുബഖാന തുടങ്ങണം എന്നുള്ളത്. അത് തുടങ്ങാൻ കഴിയുന്ന അതിൻ്റെ മുമ്പ് ഷെയ്ഖുന വഫാത്തായി പോയല്ലോ. അപ്പം അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച എടുത്തപ്പം ഗഫൂർ താലിബ് എന്നോട് പറഞ്ഞു, നിങ്ങളോട് ഇങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗഫൂർ താലിബിക്ക് അറിയാൻ പറഞ്ഞു വരും, അത് ഷെയ്ഖുന തുടങ്ങിയിട്ടില്ല, നമുക്ക് നമ്മൾ സ്ഥാപനം തുടങ്ങിയാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്ത്. അപ്പോൾ ആ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ പിന്നെ അബ്ബാസ് മൂലത്ത് പോയി. അബ്ബാസിൽ നിങ്ങൾ പ്രസിഡൻ്റാണോ, ഇങ്ങനെ ഒരു ആശയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പൂക്കോയ തങ്ങളുടെ പേരിൽ നമുക്ക് തുടങ്ങിയാലെന്താണെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു, അല്ല ഇയാൾ ഗഫൂർ താലിമി പറഞ്ഞത് പിന്നെ ശിഹാബ് തങ്ങളുടെ പേരിൽ തുടങ്ങാൻ നല്ലത്. ഞങ്ങൾ രണ്ട് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അബ്ബാസ് മോൻ പറഞ്ഞ് പിന്നെ കാക്കാനെ അസ്ഹറിലും പിന്നെ കൈറോയിലൊക്കെ പറഞ്ഞയച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ വാപ്പ. അപ്പോൾ കാക്കാൻ്റെ പേര് തുടങ്ങുന്നതിന് വാപ്പാക്ക് വിരോധം ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മൂപ്പര് ചോദിച്ചു, നിങ്ങൾ ജിഫ്രി തങ്ങളോട് ചോദിച്ചോന്ന് ചോദിച്ചു. തങ്ങൾ ഉസ്താദിനോട് പോയി പറഞ്ഞു ചോദിച്ചു. തങ്ങൾ ഉസ്താദിനോട് ചോദിച്ചിട്ടാണ് വന്നത്. ആ തങ്ങൾ ഉസ്താദിനോട് ഞങ്ങൾ പറഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പോയിട്ട് പറയാം എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നെ ചെയർമാൻ തങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോൾ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിൽ PhD ഒക്കെ പോണ 2-3 വിദ്യാർത്ഥികൾ പോയി PhD ഒക്കെ കിട്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടുത്തെ എന്നെ ഉറുദുവും അറബിയും ഇംഗ്ലീഷും ഒക്കെ പഠിച്ച് കഴിഞ്ഞ് അവിടുത്തെ ബിരുദം ആകിയതിന് ശേഷം പിന്നെ ഞങ്ങൾ സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടാണ് ആ സ്ഥാപനം നടത്തുന്നത്. അതിൽ കുട്ടികൾ പഠിച്ചു കൊടുക്കുകയാണ്. പഠിച്ചിറങ്ങുമ്പം വലിയൊരു പിന്നെ സമുദായത്തിന് വലിയൊരു സമ്പത്തായി മാറും ആ കുട്ടികളൊക്കെ. അത്ര നല്ല ഉസ്താദന്മാരും ഡോക്ടറൊക്കെ വലിയ ഉസ്താദന്മാരൊക്കെ വെച്ച് പഠിപ്പിച്ചാണ്. ഇപ്പം നമ്മളിതിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ അവിടെയാണ്. വലിയ വിമർശനങ്ങൾ, ഈ രണ്ടും തമ്മിൽ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നൊരു കാര്യം, ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത്? ഇപ്പോൾ ചില വിവാദം സുപ്രീം ലീഡർ എന്ന് സാദിഖ് അലി തങ്ങളെ സാദിഖ് അലി തങ്ങൾ സമുദായത്തിൻ്റെ ഉന്നത നേതാവാണ്. അദ്ദേഹം സുപ്രീം ലീഡർ തന്നെയാണ്, അതിൽ നമുക്കാർക്കും സംശയമില്ല. അതുപോലെ ഓരോ കാറ്റഗറിയിലും അതെ അതിനെപ്പറ്റി എനിക്ക് പറയുന്നത് സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇതൊരു വിവാദം കൂടിയാക്കിയിട്ടാണ് ചില ആളുകൾ മാറ്റുന്നത്. ആക്കാൻ വേണ്ടി താല്പര്യമുള്ളവരാണ് പറഞ്ഞത്. പൂക്കോയത്തങ്ങളുടെ മകൻ എന്ന് പറഞ്ഞതിൽ ഏറെ സുപ്രീം പദവി വേറല്ലോ. ഈ പൂക്കോയത്തങ്ങളെ പറ്റി മനസ്സിലാക്കാത്തവരാണ് പറഞ്ഞത്. പാണക്കാട്ട് സയ്യിദ് പൂക്കോയത്തങ്ങളുടെ മകൻ എന്നുള്ളതിൽ കവിഞ്ഞൊരു സുപ്രീം പദവി വേറെ ആവശ്യമില്ല. അതിന് ഏറ്റവും വലിയ പദവിയാണ്. അത് പതിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, മൂപ്പര് സാദിഖ് അലി തങ്ങൾ ചെറുപ്പത്തിൽ പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിന്നെ സംഘടനയുടെ തലപ്പത്ത് പിന്നെ ഒക്കെ നിന്ന് പിന്നെ ചെറുപ്പം മുതൽക്ക് തന്നെ സംഘടനാ പ്രവർത്തനം സജീവമായി പഠിച്ചാളാണ്, പരിചയമുള്ള മൂപ്പർക്ക്. ഇനി പിന്നെ ഇത്തരം തൊപ്പിയൊന്നും ആരും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കോയ തങ്ങൾ മകൻ എന്നുള്ള ആ അഡ്രസ്സ് തന്നെ മതി തങ്ങൾക്ക്. അതൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ടാ നമുക്ക് തന്നെ തോന്നും ഓരെ പറ്റി ഇങ്ങനെ എന്താ പറയുക. ഞാൻ പറയരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ചില എല്ലാ ദിവസവും നമ്മുടെയൊക്കെ വാഫി സുഹൃത്തുക്കൾ നമ്മളിതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന പോലെ ഓൽക്കൊരു താല്പര്യമുണ്ട്, ഓൽക്കൊരു ലാഭം ഉണ്ടായില്ല. അതൊക്കെ ഇപ്പോൾ മിക്കവാറും ശരിക്കും സാദിഖ് അലി തങ്ങൾ അപമാനിക്കലാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ സാധിക്കുമോൻ അതൊക്കെ മനസ്സിലാവും. ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, സാധിക്കുമോൻ അതൊക്കെ മനസ്സിലാവും. കാരണം എനിക്കറിയാം സാദിഖ് അലി തങ്ങൾ എന്നോട് ജിഫ്രി കാക്കാന്നാണ് തങ്ങളെ പറ്റി പറയില്ലേ. പല കാര്യങ്ങളും ഞാൻ മൂപ്പരോട് എന്നെ സംസാരിക്കാനൊക്കെ ഇപ്പം ഈ വാഫിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്നൊരു മധ്യസ്ഥനായിട്ട് ഒരു 5-6 ആളെ വെച്ചിരുന്നു. അന്നൊക്കെ ചെന്നപ്പം അന്നൊക്കെ സാദിക്കുമോൻ എന്നോട് പറഞ്ഞ് ജിഫ്രി കാക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ വളരെ ഇതായിട്ടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അതിലൊന്നും പിന്നെ മൂപ്പരക്കൊന്നും പിന്നെ സാദിഖ് അലി തങ്ങളൊന്നും പറഞ്ഞു എന്താണിപ്പോൾ ഇത് കൂട്ടി ഇപ്പം വാഫിൻ്റെ വിഷയം തന്നെ അതിപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. വാപ്പിൻ്റെ വിഷയത്തിൽ അത് വലിയ വിഷയമാക്കിയിട്ട് ഇങ്ങനെ പിന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സമുദായത്തിന് മൊത്തത്തിൽ പിന്നെ അതിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ പിന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അസ്തിത്വമുള്ള സംഘടനയാണല്ലോ മുസ്ലിം ലീഗ്. അതെ, അത് വലിയൊരു കപ്പലിൽ സമുദായത്തെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന് ദുനിയാവും ആഖിറവും കിട്ടുന്ന രൂപത്തിലുള്ള ജീവിത രീതി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ വഴികാട്ടിയായിട്ട് ആ നിലക്ക് ജനങ്ങളെ സംഘടിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ
പിന്നെ ഇതിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന, ഒരു കാരണവശാലും ശരീരത്തിൻ്റെ പാതയിൽ തെറ്റാതെ കൊണ്ടുപോകുന്ന, അതും ആളുകളെ കയറ്റിയൊരു കപ്പലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ 2 കപ്പലും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് പിന്നെ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിലും അതിൻ്റെ നേതൃത്വം അത് കൊണ്ടുപോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. അത് ഇനി വാപ്പി എന്ന് പറഞ്ഞൊരു തൊണ്ട് തളഞ്ഞിട്ട് നിൽക്കുന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ കപ്പൽ ഒരു തൊണ്ടിൽ തടഞ്ഞ് നിൽക്കാൻ പാടില്ല, നിൽക്കൂലെന്ന് എൻ്റെ അഭിപ്രായം. ആ തൊണ്ട് തട്ടി മാറ്റി അതതിൻ്റെ ബൈക്ക് പോകും. ഇപ്പം എന്തോ ഒരു ചിലരുടെ താല്പര്യം ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഞാൻ മനസ്സിലാക്കണം. അത് ബാപ്പുക്ക നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഡീപ്പായിട്ട് നമ്മളത് എന്താണ് ഇതിൻ്റെ ബേസ്. ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നു നേതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണത് എന്ന്, ചില ആളുകൾ സമ്പത്തിൻ്റെ മേലുള്ള പ്രശ്നമാണെന്ന് അങ്ങനെ വരുത്തി തീർക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അതൊരു ഈഗോ ക്ലാഷാണ് എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾ സാദിഖലി തങ്ങളാണോ മൂത്തത്, ജിഫ്രി തങ്ങളാണോ, പ്രായം കൊണ്ടല്ല പദവി കൊണ്ട് ആ ഒരു തർക്കിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരോട് നമുക്ക് ഈ വിഷയം എന്തിൻ്റെ പേരിലാണ് നമുക്ക് ചിലത് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളൊരു വൃത്തത്തിൽ നിൽക്കേണ്ടതുണ്ടല്ലോ. അത് മുസ്ലിം ലീഗ് പറഞ്ഞാലും സമസ്ത പറഞ്ഞാലും ഇനി സമുദായം എന്ന വീക്ഷണകോണിലൂടെയാണെങ്കിൽ നമ്മൾ അണികൾ നിൽക്കേണ്ട ഒരു വൃത്തമോ ഒരു വരയോ ഒക്കെ ഉണ്ട്. നമ്മൾ ഏത് വരയിൽ എവിടെ നിൽക്കണം, ആരുടെ വാദത്തിനാണ് നമ്മൾ നിന്നോട്. നമ്മുടെ എൻ്റെ അഭിപ്രായത്തിൽ സാദിഖലി ശിഹാബ് തങ്ങളും പിന്നെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടെ കുഞ്ഞാലിക്കുട്ടിയുണ്ടല്ലോ, അവരത് പരിഹരിക്കും. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചില നിയമപ്രശ്നങ്ങളും മറ്റുമൊക്കെ അതിൻ്റെ ഇടയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഴുവനൊന്നും ഇപ്പം ഞാൻ പറയാൻ പറ്റില്ല, പറയുന്നുമില്ല. മുഴുവനൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല, മനസ്സിലായതിനൊക്കെ പറയുന്നുമില്ല. അപ്പം ഇവരത് തീർക്കും, ഇരക്കും മുഴുവൻ കേട് പറ്റാതെ അത് തീർക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചാടി പറയുന്നവർക്കൊക്കെ പറയാം, അതൊന്നും ഇപ്പോൾ ഇവരാരും ശ്രദ്ധിക്കുന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാദിഖലി തങ്ങളും അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അവരൊക്കെ ഈ പറയുന്ന പലരും പല ഭാഗത്തും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർക്ക് ശ്രദ്ധിക്കാൻ ഒഴിവില്ലല്ലോ. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ഒഴിവ് ഇപ്പില്ല. മുപ്പരിപ്പൻ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞില്ലേ, വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഈ പതാക ഏൽപ്പിക്കാൻ ഒരാളുണ്ടായാലും മതി, അതിന് ലക്ഷം പിന്നിരുന്നും വേണ്ട ആവശ്യമില്ല എന്നുള്ള ആ വാക്കിലൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. അതൊന്നും മുപ്പര് അങ്ങനത്തെ ഒരു ഇതല്ല. സയ്യിദുൽ ഉലമ എന്ന് പറഞ്ഞാൽ സംശയമില്ല കാര്യത്തിൽ സയ്യിദുൽ ഉലമ തന്നെയാണ്. പല വാക്കിലൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ഞങ്ങളോട് CEO നമ്മുടെ ഹൈദരലി തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വാർത്ത കൊടുക്കുന്നത് സംബന്ധിച്ച ചില കാര്യം, സാധാരണ ഇതിൽ സമസ്തയുടെ പ്രസിഡന്റ് ആദ്യം വാർത്തയിൽ വരും, പേര് വരുമ്പോൾ വൈസ് പ്രസിഡന്റ് രണ്ടാമത് വരും. അപ്പം അത് ഡെസ്കിലിരിക്കുന്നത് പല തരത്തിൽ ഈ പ്രോട്ടോക്കോൾ നോക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രസിഡന്റ് ആയിരിക്കും അവരുടെ കണ്ണിൽ വരുന്നത്. പക്ഷെ നമുക്കൊരു സമുദായത്തിൻ്റെ വീക്ഷണകോണിൽ അത് ജിഫ്രി തങ്ങൾ ഇടപെട്ടത്, അത് എൻ്റെ പേര് രണ്ടാമത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, അദ്ദേഹത്തെ പ്രായം കൊണ്ട് ബഹുമാനിക്കണം, ഒന്നാമതാക്കി കൊടുക്കണം എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞതായിട്ട് ഞങ്ങളോട് CEO പലപ്പോഴും. അല്ല, ജിഫ്രി തങ്ങൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ സാദിഖലി തങ്ങളെയും അബ്ബാസ് അലി തങ്ങളെയൊക്കെ അവരാണ് പൂക്കോയ തങ്ങളെ മക്കൾ. കാര്യങ്ങൾ വരുമ്പം അവർക്കൊക്കെ മുൻഗണന നൽകിക്കൊണ്ട് അവരെ കാര്യം ഏത് സദസ്യരാണെങ്കിലും തങ്ങൾ പിന്നെ അത് സമർത്ഥിക്കാറുണ്ട്. എനിക്കതൊരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളവിടെ തന്നെ പള്ളി ഉദ്ഘാടനത്തിന്, മുണ്ടക്കുളത്തിൽ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ഇവർ രണ്ടാളും വന്നിരുന്നു. ആ പള്ളി ഉദ്ഘാടനത്തിന് ദുആ ചെയ്യാൻ വേണ്ടി അബ്ബാസ് മോനെ ഏൽപ്പിച്ചതിന് ശേഷം ദുആ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് നിങ്ങൾ രണ്ടക്ഷരം സംസാരിക്കുക. തങ്ങളോട് സംസാരിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ സയ്യിദുൽ ഉലമ അവിടെ പറഞ്ഞത്. അങ്ങനെയാണ് ഇതൊരു മുന്നോട്ട് പോകുന്നത്. മുനവ്വർ തങ്ങൾ അപ്പം പിന്നെ ശിഹാബ് തങ്ങളുടെ മോനല്ലേ മുനവ്വർ തങ്ങൾ, 2 കൊല്ലം മുമ്പ് എന്നെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു, എനിക്ക് പിന്നെ ജിഫിരി കാക്കിയിട്ട് എന്നെ ഒന്ന് സംസാരിക്കണം, അതിന് ഒരു ടൈം എപ്പോഴാണ് പാപ്പോ നല്ലത്. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ അപ്പം തന്നെ തങ്ങളൊരു ബന്ധപ്പെട്ട് അപ്പോൾ തങ്ങളപ്പം തന്നെ ഒരു സമയം പറഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഷംസുൽമ കോംപ്ലക്സിൽ അപ്പം ഞങ്ങളോട് തങ്ങൾ പറഞ്ഞ് പിന്നെ മുനവ്വർ മോൻ പേരും ഭക്ഷണം കൊടുക്കണം, അതിൽ ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്യണം എന്ന് വലിയ സ്വീകരണമൊക്കെയാണെന്ന് അറിയും. തങ്ങൾ ഭക്ഷണം കഴിപ്പിച്ചതിന് നമ്മൾ ഒരുപാട് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് അങ്ങനെയാണ് തങ്ങൾ ജിഫ്രി തങ്ങൾ അവരെ പരിഗണിച്ച് പോകുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇപ്പം എന്താണ് ഇങ്ങനെ ഇതിൻ്റെ താല്പര്യം? നമുക്ക് ഈ ആക്ഷേപക്കാരുടെ ആക്ഷേപങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതൊക്കെ ഇവരൊക്കെ ഈ പറഞ്ഞവരൊക്കെ നിർത്തി വെക്കേണ്ടി വരും. ഈ പറയാൻ വേണ്ടി ഇതിങ്ങനെ ഇപ്പം പ്രസംഗിച്ച് നടക്കുകയാണല്ലോ. ഒരു
സാധിക്കല് തങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ സ്ഥലത്തുണ്ട് ഇത്രയുണ്ട് മൂപ്പര് പിന്നെ സുപ്രീം പവർ ഉണ്ടെന്നൊക്കെ ഓരോരുത്തർ സമർത്ഥിക്കുകയാണ്. പിന്നെ വേറൊരു കൂട്ടർ വേറെ രൂപത്തിൽ ജിഫ്രി തങ്ങളെ പറ്റി പറയാം. ഇവരൊക്കെ ആവശ്യം ഇത് നന്നായി പോകലല്ല, അത് ഈ പറയാൻ നിൽക്കുമ്പോഴത്തേനും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവരിങ്ങനെ വലിയ വാചാലായിട്ട് പറയുമ്പോൾ ഇവർക്ക് തിരിഞ്ഞുകൊള്ളുന്ന ആളുകൾക്ക് പിന്നെ ഇവരെ ധാരണ ഉണ്ടല്ലോ വളരെ തെറ്റാണ്. ഇവർ പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഇവരെന്തിനാണ് ഈ പറയുന്നത്. ഇവർക്ക് ഓരോ താല്പര്യമുണ്ട്. രാഷ്ട്രീയം അതിൻ്റെ ഇടയിൽ വേറെ ഉണ്ട്. പിന്നെ ഇപ്പം രാഷ്ട്രീയത്തിലും ഈ മതസംഘടനയിലൊക്കെ ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ എനിക്കെന്താ അതുകൊണ്ട് കാര്യം നോക്കുന്നൊരു വിഭാഗമുണ്ട്. അവരാണ് കൂടുതൽ പെട്ടതായി. എൻ്റെ അടുത്തൊരു നേതാവ് പറഞ്ഞത്, എനിക്കൊരു ദിവസം 10,000-15,000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് പ്രസംഗിക്കാൻ പോയിട്ട്. രാവിലെ മലപ്പുറം ജില്ലയിലെ ഇന്ന സ്ഥലത്ത് സെമിനാറോ ക്യാമ്പയിനോ ആയിരിക്കും. അസറിന് ശേഷം വേറൊരു പ്രോഗ്രാമുണ്ട്. മഗ്‌രിബിന് ശേഷം പൊതുയോഗമുണ്ട്. ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത 5,000 രൂപയെങ്കിലും ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് കിട്ടുന്നുണ്ട്. നല്ല വരുമാനമാണ്. ആളുള്ളിടത്ത് ഞാനുണ്ടാകും. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്തരം ചാകരയുള്ള ആളുകളും പ്രസംഗ തൊഴിലാളികളും ഈ കാലഘട്ടത്തിൽ ഈ അവസരത്തിനൊത്ത് മുതലെടുക്കുന്നുണ്ട്. അതിപ്പം പിന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഇതൊന്നും അല്ലാത്ത അവരൊക്കെ നോക്കുന്ന എനിക്കെന്താ അതുകൊണ്ട് കാര്യം എന്നാണ് അവരെ കാര്യത്തിന് വേണ്ടി നടക്കുന്നത്. അത് സമുദായത്തിൻ്റെ താല്പര്യം, ശരീഅത്തിൻ്റെ സംരക്ഷണം, സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൻ്റെ ഒരു അച്ചടക്കം നമ്മൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളല്ലാതെയായി പോകും. അങ്ങനെ ആയി പോകുന്നുണ്ട് മോനെ, ഒരുപാട് ഇപ്പം അങ്ങനെ ആയി പോകുന്നുണ്ട്. എവിടെ എത്തുക എന്നുള്ളത് ഇപ്പം പറഞ്ഞ മാതിരി അതൊരു വിഷയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കരക്കൊക്കെ തീർന്ന് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ് ശരിയാവുന്നത്. ശരിക്കും ഇപ്പം ഇനി വെളിപ്പാടകലെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു സമയത്തേക്ക് വെക്കരുതായിരുന്നോ ഈ ഒരു തർക്ക പരിഹാരം എന്നത്? കുറച്ചുകൂടിയൊക്കെ നേരത്തെ ആവാമായിരുന്നില്ലേ? കാരണം ഇപ്പം അത് പെട്ടെന്നൊരു ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കും. ഇപ്പോൾ മുസ്ലിം ലീഗിനോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടായേക്കാം. അപ്പോൾ അവർ ചിന്തിക്കുക, തെരഞ്ഞെടുപ്പ് ആകാറായ സമയത്ത് മുസ്ലിം ലീഗ് ഇതിന് വരുന്നു. ഒരുപക്ഷെ മുസ്ലിം ലീഗ് നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ നേരത്തെ നേതാക്കൾ ആ ഒരു തരത്തിലേക്ക് മാറേണ്ടിയിരുന്നില്ലേ? അല്ല, ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇടയ്ക്ക് ചർച്ച നടത്തുന്നതും പിന്നെ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം അതിന് 7 അംഗ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെ, പുതിയ ഫലപ്രദമാവും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇതിപ്പം പിന്നെ എല്ലാ നിലക്കും പരിഹരിക്കാനുള്ള കഴിവുള്ളവരുടെ ആ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവരും. അപ്പോൾ അതൊക്കെ പരിഹാരം ഉണ്ടാവും. പിന്നെ ഇവരാരും വേണ്ട, എല്ലാവരും വേണ്ട. ഇപ്പോൾ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ട് സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സമുദായം അംഗീകരിക്കും, യാതൊരു സംശയമില്ല. അവിടേക്കവിടെ എത്തുന്നില്ല. എനിക്ക് തോന്നുന്നത് അള്ളാൻ്റെ വിധിയായിട്ടില്ല. എനിക്ക് തോന്നുന്നതാണ് പടച്ചവൻ്റെ ഒരു വിധി ഉണ്ടാവില്ലേ. അല്ല, ബാപ്പുക്ക് ഈ കുഞ്ഞാവൂർ സാഹിബിനൊക്കെ കാണുന്ന സമയത്ത് തീർക്കണം, ബാപ്പുക്കാക്ക് പറയാൻ അധികാരമുണ്ടല്ലോ, തീർക്കണട്ടോ എന്ന് പറയുന്നൊരു ആ ഒരു ടോണുണ്ടല്ലോ, ആ ഒരു പ്രവർത്തന ബന്ധമൊക്കെ. പിന്നെ മൂപ്പരൊക്കെ ഇതിന് ആത്മാർത്ഥയിൽ ശ്രമിക്കുന്നുണ്ട്. അല്ല, പറഞ്ഞു ബാപ്പുക്ക പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് ആത്മാർത്ഥയിൽ ശ്രമിക്കുന്നുണ്ട് തീർക്കാൻ വേണ്ടി. ബാപ്പുക്ക നേരിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്? സംസാരിച്ചിരുന്നു, ഞാൻ എല്ലാവരും സംസാരിച്ചിരുന്നു. അപ്പം പോസിറ്റീവാണ് മറുപടിയുള്ളത്. അല്ലേ, തീരും എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ കുറച്ച് വിശ്വാസം. സാദിഖ് മോന് പിന്നെ എന്തായാലും തീർക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ നിന്നാലും ഞാനിപ്പം സാധാരണ സമസ്തൻ്റെ എല്ലാ വേദിയിലും ഞാൻ പോകാറുണ്ട്. അത് ഇവർക്കൊക്കെ അറിയും ചെയ്യാം. കാരണം ഞാൻ സമസ്തക്കാരനാണ്. അഖില സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഏത് പരിപാടിയെങ്കിലും ഞാനവിടെ പോകും. പിന്നെ മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്കും പോകലുണ്ട്. മുസ്ലിം മണ്ഡലം ഭാരവാഹിത്തമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് സജീവമായിട്ട് അങ്ങനെ എന്നാലും വിളിക്കുന്നതിനൊക്കെ പോകാറുണ്ട്. നമുക്കിത് രണ്ടും പിന്നെ ഇവിടെ നിലനിൽക്കണം. എന്നാലേ ഈ സമുദായത്തിന് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അതുണ്ടായിട്ടുണ്ട് രണ്ടുകൊണ്ടും. ഇത് രണ്ടും രണ്ട് തട്ടായിട്ട് നീങ്ങിയായിരുന്നു. നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മർഹൂം നാട്ടിക ഉസ്താദ് പറഞ്ഞത്, പിന്നെ ഈ വളപുരം പിന്നെ തലാഖിൻ്റെ കാര്യത്തിൽ ഇവരങ്ങനെ പറഞ്ഞു, അത് ചർച്ച ചെയ്യാൻ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ല. വളപുരം തലാഖ് ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ടില്ല. പിന്നെ ജനകീയ ആസൂത്രണത്തെ പറ്റി ചർച്ച ചെയ്യാൻ സമസ്ത കേരള മുഷാവറയും കൂടിയിട്ടില്ല. ആ രൂപത്തിൽ പോയാൽ മതി. രണ്ടിൻ്റെ അസ്തിത്വം വകവെച്ച് കൊടുക്കുക. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നാട്ടിക പുസ്തകം അത് രണ്ടും കൊണ്ടുനടന്നിരുന്ന ആളാണല്ലോ. നാട്ടിക പുസ്തകം അത് രണ്ടും കൊണ്ടുനടന്നിരുന്ന ആളാണ്.
ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല, അതൊക്കെ നല്ലതൊക്കെ പോകും. അവിടേക്ക് എത്തും കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് പ്രതീക്ഷയുണ്ട്, താമസിയാതെ തന്നെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. ആ ഒരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഈ തലപ്പത്തിരിക്കുന്ന ഈ നമ്മുടെ അനിഷേധ്യരായ നേതാക്കളുണ്ടല്ലോ, അവർക്കൊക്കെ തീരണം തന്നെയാണ്. തീരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് സമുദായത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തവരും ഒന്നും നടക്കാത്തവരും, അവർക്കിങ്ങനെ ഈ നാശം മാത്രം അതെ ആഗ്രഹിക്കുന്നു. അവർ പ്രസംഗിക്കാനേ കഴിയുള്ളൂ. നല്ല വാചാലായിട്ട് പ്രസംഗിക്കും, ഒരു പ്രസംഗിക്കുന്നതായിട്ട് പ്രസ്താവന കൊടുക്കും, മാധ്യമങ്ങളിലൊക്കെ അവരുടെ ഫ്രെയിം വരും. പക്ഷേ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത കേരളം ജമ്മിയത്ത് ഇപ്പോൾ ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടും രണ്ടിലും മുറിഞ്ഞിറങ്ങാതെ രണ്ടും ഒരുമിച്ച് തന്നെ പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ. പിന്നെ ഷെയ്ഖുന ഷംസുൽ ഉലമ നബറുല്ലാഹു മർക്കദ, കണ്ണിയത്ത് ഉസ്താദ് നബറുല്ലാഹു മർക്കദ, ഇവർ രണ്ടാളും ജീവിച്ച് കാട്ടിക്കൊടുത്തതാണ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ. സമസ്ത കേരള ജമിയത്തിന് പിളർപ്പുണ്ടായ സമയത്ത് എവിടെ നിൽക്കണം തീരുമാനിക്കാൻ ആളുകൾക്ക് കിതാബ് ഓതേണ്ടി വന്നിട്ടില്ല. കാരണം ഓർക്ക് ഇത് കണ്ടു പഠിച്ചവരാണ്. ആ വഴി ആരാണ് ഇപ്പോൾ പിന്തുടരുന്നതെന്നുള്ളത് സമസ്തയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഒരു ജനങ്ങളുടെ പിന്തുടരുകയും ചെയ്യും. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എവിടെ നിൽക്കണം എന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം. എന്ന് നമ്മളാരും ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സമസ്ത 100-ാം വാർഷികത്തിലേക്ക് നേരത്തെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ തങ്ങളുടെ ഒരു യാത്ര വരാൻ പോവുകയാണ്. നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2-ാം തീയതി ഇപ്പം ദുബായിൽ വെച്ച് നടക്കാനിരിക്കുന്നുണ്ട്, 24-ന് ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ പരിപാടികളും ഷെഡ്യൂളും തിരക്കിട്ട നീക്കങ്ങളും തിരക്കിട്ട യാത്രകളും പ്രോഗ്രാമുകളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100-ാം വാർഷികം എത്രമാത്രം ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെ വിജയിക്കും എന്നാണ് തോന്നുന്നത്? 100-ാം വാർഷികം വിജയിക്കാനേ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഗവൺമെൻറ് പറയാണ് വാഹനമൊന്നും റോഡിലൂടെ ഓടി പോകരുത് എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തന്നെ നടന്ന ആളുകളോടെത്തും. സമസ്തൻ്റെ സമ്മേളനം വിജയിക്കും, അവിടെ ആളുകൾ നടന്നെത്തും. ആ ഒരു രൂപത്തിൽ തയ്യാറെടുപ്പാണ്. അത് വയസ്സായവരും മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളൊക്കെയും തീരുമാനിച്ച് നിൽക്കുക. സമസ്തൻ്റെ സമ്മേളനത്തിനും ഗവൺമെൻറ് പറയുകയാണ് വാഹനങ്ങളൊന്നും ഓടാൻ പാടില്ല റോട്ടിലൂടെ. സമസ്തൻ്റെ സമ്മേളനത്തിന് ആളുകൾ നടന്ന് അവിടെ എത്തും. അത് വിജയിക്കോ ഇല്ലേ എന്നുള്ള ആശങ്കൊന്നും ആർക്കും വേണ്ട. ഇൻഷാ അല്ലാഹ് അത് വിജയിക്കും. പിന്നെ തങ്ങളുടെ യാത്ര ഉണ്ടല്ലോ, ആ യാത്ര അതൊക്കെ ഒരു സംഭവമാവും. കാത്തിരിക്കണം ആളുകൾ യാത്ര. അതിനെല്ലാവരും ഉണ്ട്. അതിന് തങ്ങളുടെ ആ യാത്രയ്ക്ക് എതിർപ്പൊന്നും ആരുമില്ല. ഇങ്ങനെ 1-2 ആളുകളൊക്കെ അവിടെ ഇവിടെ നിന്ന് ഓരോന്ന് പറയുന്നല്ലാതെ അതിലൊന്നും കഴമ്പില്ല. ഈ വാപ്പൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം, എനിക്ക് പലതും പറയാനുണ്ട് എന്നാണ്. ഇപ്പോഴും നമ്മൾ ആ പീക്ക് പോയിന്റിലേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചൊക്കെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയേണ്ടി വരില്ല ഇൻഷാ അല്ലാഹ്. ഇനി പിന്നെ ആവശ്യം ഞാൻ പിന്നെ ഒന്ന് പറയാനുള്ളത് ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്നാണ്. ബാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലൊന്നും തുറന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പറയേണ്ടി വന്നാലല്ലേ ചിലത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനത്തെ പിന്നെ ഇപ്പോഴത്തെ അങ്ങനത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ നല്ല നമുക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. ഏതായാലും കുറേ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് ഹൈർ, അല്ലേ? അല്ലെ, അറിയുന്നതെല്ലാം പറയാതിരിക്കലാണ് നല്ലത്. അതെ അതെ അതെ. അപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അറിയുന്നതൊക്കെ തങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ പലതും നടക്കും. അതെ, കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കണ മാതിരില്ല. ഈ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സയ്യിദുൽ ഉലമനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം മൂപ്പര് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഇസ്തിഖാറത്തൊക്കെ ചെയ്തിട്ട്, അതായത് മഷായിഖന്മാരുടെ ഷെയ്ഖുന ഷംസുൽ പറഞ്ഞതുപോലെ മഷായിഖന്മാരോട് ചോദിച്ചിട്ട് തീരുമാനമൊക്കെ അറിഞ്ഞിട്ടാണ് മൂപ്പര് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം. ഒരുപാട് അനുഭവം എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ പോയാൽ അത് പിന്നെ ആ പോക്ക് ശരിയാവില്ല. പല കാര്യങ്ങളും ഇങ്ങനെ അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആ വേണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക നല്ലത്. അങ്ങനൊരു തങ്ങൾ അതിനുള്ളിൽ ഞാൻ മുമ്പ് പറഞ്ഞതേ മുത്തുക്കോയ തങ്ങളുള്ളൊരു മുത്തുണ്ടെന്ന് ഷംസുൽമ മനസ്സിലാക്കിയിരുന്നു. അത് വളരെ ശരിയാണ്. ഏതായിരുന്നാലും പറയേണ്ടി വരുന്ന ഒരു ഘട്ടം ഇല്ലാതിരിക്കട്ടെ. ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞ ഒന്നുകൂടി നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു ഘട്ടം ഇല്ലാത്ത രീതിയിൽ ഒരു നല്ലൊരു കുളിർമഴ പോലെ, അല്ലേ, സമസ്ത 100-ാം വാർഷിക സമ്മേളനത്തിൽ നമ്മൾ ആ ഇസ്സത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് നിന്ന് നമ്മളതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പൂക്കോയത്തങ്ങളും ഷംസുൽമയും വരക്കൽ മുല്ലക്കോയത്തങ്ങളൊക്കെ ഇതിൽ ഇടപെടുന്നുണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ ഇടപെടുന്ന നമ്മുടെ വിശ്വാസം അങ്ങനെയാണല്ലോ.
അപ്പോൾ അവരിതൊരു കോലാഹലത്തിലേക്കും ഒരു പൊട്ടിത്തെറിയിലേക്കും എത്തിക്കൂല എന്നാണ് പിന്നെ എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ എന്തെങ്കിലും വലിയ പ്രതിസന്ധി പൊട്ടിത്തെറിയൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് സിയാറത്ത് ചെയ്ത് കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടൽ. അങ്ങനെ അല്ല, അവിടുന്ന് റിസൾട്ട് കിട്ടിയെന്നെല്ലാം പറഞ്ഞത്. പിന്നെ തിരിച്ചു വരുമ്പോൾ അതൊക്കെ ഒരു ഷോൾവായ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ ഇതിൽ ഇടപെടുമല്ലോ ഈ വിഷയത്തിൽ. ഏതായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം നേതാക്കൾക്കിടയിലും എല്ലാവർക്കും ഇടയിലും ഐക്യത്തോടും സന്തോഷത്തോടു കൂടിയും പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തൊണ്ടിൽ കുടുങ്ങിയ കപ്പൽ പോലെ ചില ആളുകൾ ധരിക്കുന്നത് ആ കപ്പൽ ആ തൊണ്ടിൽ കുടുങ്ങി അവിടെ നിൽക്കും എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും വില പോകുന്ന ഒന്നല്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കിയ സമസ്തയല്ല ഈ സമസ്ത എന്ന് നമുക്ക് സധൈര്യം പറയാൻ കഴിയും, ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ എഴുത്തുകളും പ്രസ്താവനകളും വാർത്താ പബ്ലിസിറ്റിയുമൊക്കെ നടത്തി ഈ ഒരു സമുദായത്തിൻ്റെ പ്രയാണത്തിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് അത് അവസാനിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി സമസ്തയുടെ ലക്ഷ്യത്തോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതാണ് നല്ല മനസ്സോടുകൂടി. അപ്പോഴേ ശരിയാവുള്ളൂ. അതെ, ശരിയാവുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് മാറി പുതിയ കാലഘട്ടത്തിൻ്റെ പ്രയാണത്തോടൊപ്പം സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. നേരത്തെ ബാബുക്ക പറഞ്ഞതുപോലെ 3 പ്ലാറ്റ്ഫോമുകൾ നമുക്ക് എപ്പോഴും അനിവാര്യം തന്നെയാണ്. ആ അനിവാര്യമായ 3 പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഏതായിരുന്നാലും ഒരിക്കൽ കൂടി പറയേണ്ടി വന്നാൽ ചില കാര്യങ്ങൾ പറയും എന്നാണ്. ഇത്തവണയും അദ്ദേഹം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ടി വരാത്ത ഇനിയൊരു എപ്പിസോഡ് ഇതിനുണ്ടാവാത്ത രീതിയിൽ നമുക്കിത് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി നേരം ബാപ്പുക്ക നമ്മുടെ കൂടെയുണ്ടായി. ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്, സംവദിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ നമുക്കാവാം.